ഹായ് ഫ്രണ്ട്സ്, ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് KSR പാർട്ട് 1 ചാപ്റ്റർ 1 ജനറൽ സ്കോപ്പിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, ദ റൂൾസ് ഇൻ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഓഫ് KSR ഷാൾ ബി ഡീംഡ് ടു ഹാവ് കം ഇൻ ടു ഫോഴ്സ് വിത്ത് എഫക്റ്റ് ഫ്രം. KSRലെ പാർട്ട് 1ഉം പാർട്ട് 2ഉം നിലവിൽ വരുന്ന എന്നാണ്? ആൻസർ 1/11/1959. പാർട്ട് 1 ആൻഡ് പാർട്ട് 2 KSR നിലവിൽ വരുന്നത് 1/11/1959. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ റൂൾസ് ഇൻ KSR പാർട്ട് 2 ഷാൾ ബി ഡീംഡ് ടു ഹാവ് കം ഇൻ ടു ഫോഴ്സ് വിത്ത് എഫക്റ്റ് ഫ്രം. റൂൾസ് ഇൻ പാർട്ട് 2, പാർട്ട് 2വിലാണ് ട്രാവലിംഗ് അലവൻസിനെയൊക്കെ കുറിച്ച് പറയുന്നത്. ആ പാർട്ട് 2 നിലവിൽ വന്നത് എന്നാണ്? ആൻസർ 1959 നവംബർ 1. 1959 നവംബർ 1. അതായത് പാർട്ട് 1ഉം പാർട്ട് 2ഉം വരുന്നത് ഒരേ തീയതിയിലാണ്. മൂന്നാമത്തെ ചോദ്യം, റൂൾസ് അണ്ടർ പാർട്ട് 3 KSR കെയിം ഇൻ ടു എഫക്റ്റ് ഫ്രം. KSRലെ പാർട്ട് 3 എന്ന് പറയുമ്പോൾ അത് പെൻഷനെ സംബന്ധിക്കുന്നതാണ്. പെൻഷനെ സംബന്ധിച്ചുള്ള KSRലെ പാർട്ട് 3 നിലവിൽ വരുന്നത് 1/11/1956. 1/11/1956. അടുത്ത ചോദ്യം, റൂൾസ് ഇൻ പാർട്ട് 3 KSR ആർ നോട്ട് ആപ്ലിക്കബിൾ ടു പേഴ്സൺസ് അപ്പോയിൻറ്റഡ് ഇൻ ഗവൺമെൻറ് സർവീസ് ഓൺ ഓർ ആഫ്റ്റർ. Rules in Part 3 KSR are not applicable to persons appointed in government service on or after. Answer 1/4/2013. അടുത്ത ചോദ്യം, നാഷണൽ പെൻഷൻ സ്കീം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് എഫക്റ്റ് ഫ്രം. നാഷണൽ പെൻഷൻ സ്കീം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് എഫക്റ്റ് ഫ്രം. ആൻസർ 1/4/2013. 1/4/2013. അടുത്ത ചോദ്യം നോക്കാം. KSR പാർട്ട് 2 റിലേറ്റിംഗ് ടു ട്രാവലിംഗ് അലവൻസ് ആർ നോട്ട് ആപ്ലിക്കബിൾ ടു. അതായത് ട്രാവലിംഗ് അലവൻസിനെ സംബന്ധിക്കുന്ന KSRലെ പാർട്ട് 2 ആപ്ലിക്കബിൾ അല്ലാത്തത് ആർക്കെന്നാണ്? അവിടുത്തെ ഓപ്ഷൻസ് നോക്കിക്കോളൂ. ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയീസ്, വർക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, എംപ്ലോയീസ് ജോയിൻഡ് ഓൺ ഓർ ആഫ്റ്റർ 1 April 2013. നൺ ഓഫ് ദീസ്. ആൻസർ വർക്ക് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് റൂൾ നമ്പർ 2വിലാണ്. ദ റൂൾസ് ഇൻ പാർട്ട് 2 റിലേറ്റിംഗ് ടു ട്രാവലിംഗ് അലവൻസ് ഷാൾ അപ്ലൈ ടു എവറി പേഴ്സൺ ഇൻ ദ ഓൾ ടൈം എംപ്ലോയ്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ് അതർ ദാൻ എ പേഴ്സൺ സോ എംപ്ലോയ്ഡ് ഇൻ ദ കണ്ടിജൻറ്റ് ഓർ വർക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പോൾ KSRലെ പാർട്ട് 2 ബാധകമല്ലാത്തത് വർക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നുള്ള ആൻസറാണ്. ഓക്കെ. അടുത്ത ചോദ്യം, any doubt arises as to whether the rules in KSR would apply to any person, the matter will be decided by. ഇത് റൂൾ 4ൽ നിന്നുള്ളതാണ്. Any doubt arises as to whether the rules in KSR would apply to any person, the matter will be decided by. അതായത് KSRലെ നിയമങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് ബാധകമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടായാൽ ആരുടെ തീരുമാനമായിരിക്കും അന്തിമമെന്നാണ് ചോദ്യം. ആൻസർ ഗവൺമെൻറ്. അടുത്ത ചോദ്യം, ഹൂ ഈസ് ദ അതോറിറ്റി ടു റെഗുലേറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് കോമ്പൻസേറ്ററി അലവൻസ്. ഹൂ ഈസ് ദ അതോറിറ്റി ടു റെഗുലേറ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് കോമ്പൻസേറ്ററി അലവൻസ്. ആൻസർ ഗവൺമെൻറ്. 9ാമത്തെ റൂളിൽ ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അടുത്ത ചോദ്യം വായിക്കാം. അടുത്ത ചോദ്യം, which of the following powers can be delegated to any of its officers subject to any condition by the government in consultation with the finance department? Answer power to sanction leave. ഇത് റൂൾ നമ്പർ 9ൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉൾപ്പെടാത്തതാണ് പവർ ടു സാങ്ഷൻ ലീവ്. അടുത്ത ചോദ്യം, ഇത് സാങ്ഷനിങ് അതോറിറ്റി ഓഫ് കമ്പാഷനേറ്റ് അലവൻസ് ടു എ ഡിസ്മിസ്ഡ് ഓഫീസർ ഈസ് വെസ്റ്റഡ് വിത്ത്. The sanctioning authority of compassionate allowance to a dismissed officer is vested with the government. Next question, who is the authority to interpret the rules in KSR in a case of doubt? Who is the authority to interpret the rules in KSR in case of a doubt? Answer the government. Last question, the KSR
is issued by the government based on the provisions of Article dash of the Constitution of India. KSR is issued by the government based on the provisions of the Article 309 of the Constitution of India. അടുത്ത ക്ലാസ്സുമായി കാണാം. താങ്ക്സ്.